ഈ വീഡിയോ പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. SIRന്റെ കരട് വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളുകൾ, അതുപോലെ തന്നെ 18 വയസ്സ് ഇപ്പോൾ പൂർത്തിയായ ആൾക്കാർ, അതുപോലെ തന്നെ ഇതുവരെ 18 വയസ്സ് കഴിഞ്ഞിട്ടും ഒന്നും ഇതുവരെ വോട്ട് ചേർക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈ ജനുവരി 22 വരെ വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കാനുള്ള ഒരു അവസരമുണ്ട്. അതായത് ഇതുവരെ വോട്ടർ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ഈ SIRന്റെ ഈ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്തായ ആളുകൾ, 18 വയസ്സ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ള പുതിയ വോട്ടർമാർ, അതായത് ഏറ്റവും ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ആളുകൾ, പിന്നെ പല കാരണങ്ങൾ കൊണ്ട് ഇതുവരെ ഒരു വോട്ടും പ്രവാസികളൊക്കെ ആയതുകൊണ്ടൊക്കെ പല കാരണങ്ങൾ കൊണ്ട് ഇതുവരെ വോട്ടർ ലിസ്റ്റിൽ പേര് ഉൾപ്പെടുത്താത്ത മുതിർന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഈ ജനുവരി 22-നുള്ളിൽ നിങ്ങളുടെ വോട്ട് ചേർക്കാനുള്ള ഒരു അവസരമുണ്ട്. അങ്ങനെ ചേർത്താൽ മാത്രമാണ് അടുത്ത നിയമസഭാ ഇലക്ഷനിലൊക്കെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പരമാവധി ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. ഇതിനായിട്ട് 2 ഫോമുകളാണ് ഉള്ളത്. ഫോമുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓഫ്ലൈനായിട്ട് പേന കൊണ്ട് പൂരിപ്പിക്കുന്ന ഫോമാണെന്ന് വിചാരിക്കേണ്ട. ഫോം ഓൺലൈനിലുള്ളതിനും ഫോം തന്നെയാണ് പറയുക. ഫോം 6, ഫോം 6A ഇത്തരത്തിൽ 2 ഫോമുകൾ ഉണ്ടാവും. ഇതിൽ ഫോം 6 എന്ന് പറയുന്നത് നിലവിൽ കേരളത്തിൽ താമസക്കാരായിട്ടുള്ള ആളുകൾ ആണ് ഈ ഫോം 6 പൂരിപ്പിക്കേണ്ടത്. ഫോം 6A പൂരിപ്പിക്കേണ്ടത് വിദേശത്ത് താമസക്കാരായിട്ടുള്ള, അതായത് പ്രവാസികളായിട്ടുള്ള ആളുകളാണ് ഫോം 6A പൂരിപ്പിക്കേണ്ടത്. അപ്പം ഈ 2 ഫോമുകളിൽ നിങ്ങൾക്ക് ഏതാണോ പൂരിപ്പിക്കേണ്ടത് അത് പൂരിപ്പിക്കുക. നിങ്ങൾ വിദേശത്താണെന്നുണ്ടെങ്കിൽ, പ്രവാസിയാണെന്നുണ്ടെങ്കിൽ ഫോം 6Aയും, കേരളത്തിൽ തന്നെയാണ് താമസം എന്നുണ്ടെങ്കിൽ 6ഉം പൂരിപ്പിച്ച് നിങ്ങളുടെ വോട്ടർ ലിസ്റ്റിൽ ചേർത്താൻ വേണ്ടി ശ്രമിക്കുക. ഇതിന് നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് voters.eci.gov.in എന്ന വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലാപ്ടോപ്പിലോ മൊബൈലിലോ ഉപയോഗിക്കാം. അതിൽ നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഇതുവരെ നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് സൈനപ്പ് എന്ന ഒരു ഓപ്ഷൻ വലതു ഭാഗത്ത് മുകളിലായിട്ട് കാണാം. അവിടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് ഒരു പാസ്വേഡ് ഒക്കെ കൊടുത്ത് നിങ്ങൾക്കത് സൈനപ്പ് ചെയ്യാം. സൈനപ്പ് ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇടത് ഭാഗത്ത് ഏകദേശം മുകൾ ഭാഗത്തായിട്ട് കാണാം ഫോം 6 എന്ന് കാണാൻ പറ്റും. അപ്പോൾ ആ ഫോം 6 എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ സംസ്ഥാനം, ജില്ല, നിങ്ങളുടെ മണ്ഡലം, ഇതൊക്കെ ഫസ്റ്റ് സെക്ഷനിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ, പേര് മലയാളത്തിലും ഇംഗ്ലീഷിലും അവിടെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആധാർ കാർഡ്, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെ ഓരോ കോളങ്ങളായിട്ടുണ്ടാവും. നിങ്ങളുടെ പേരൻസിൻ്റെ പേര്, അങ്ങനെയൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒന്ന്, നിങ്ങളുടെ മാതാവോ പിതാവോ അല്ലെങ്കിൽ മുത്തശ്ശനോ മുത്തശ്ശി ആരെങ്കിലും ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കരട് വോട്ടർ പട്ടികയിൽ ഉണ്ടോ, അല്ലെങ്കിൽ 2002 SIR ലിസ്റ്റിലുണ്ടോ എന്നുള്ളത് ആണ് പ്രധാനപ്പെട്ട ഒന്ന്. അപ്പോൾ 2002 SIR ലിസ്റ്റിൽ നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതവിടെ അതിൻ്റെ ഒരു കോളത്തിൽ അത് കൊടുക്കുകയും വേണം. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ആധാറിലുള്ള പോലെ തന്നെ വേണം പേര് കൊടുക്കാനും. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു ആധാർ നമ്പർ ചോദിക്കും. വീണ്ടും ആധാർ നമ്പർ കൊടുക്കുക. അതിൽ ഒരു OTP വരും. ആ OTP വെച്ച് അത് സബ്മിറ്റ് ചെയ്യാം. ഇത്ര വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാം. ഇനി വെബ്സൈറ്റിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ഈ ഒരു ആപ്പ് ഉണ്ട്, ഈ voters.eci.gov.in സെയിം പ്രവർത്തനങ്ങളുള്ള ഒരു ആപ്പാണ് ECI നെറ്റ് എന്ന് പറയുന്ന ആപ്പ്. ഈ ആപ്പിലും നിങ്ങൾക്ക് ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മൊബൈൽ നമ്പർ വെച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം വോട്ടർ രജിസ്ട്രേഷൻ കാണാം. അതിൽ ഫോം 6ഓ ഫോം 6Aയോ ഏതാണോ നിങ്ങൾ ഉൾപ്പെടുന്നത് ഏതിലാണോ അത് വെച്ച് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന് റിപ്ലൈ ആയിട്ട് സംശയങ്ങൾക്കുള്ള മറുപടി തരുന്നതായിരിക്കും.